ലോക പോലീസായി ചമയുന്ന അമേരിക്ക വീണ്ടും സാമ്പത്തിക ഭീഷണിയുമായി ഇന്ത്യക്ക് നേരെ തിരിയുകയാണ്. പുതിയ നയതന്ത്ര നീക്കങ്ങളിലൂടെ സ്വന്തം താല്പര്യങ്ങൾ ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിക്കാനാണ് വാഷിംഗ്ടൺ ഇപ്പോൾ ശ്രമിക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ വൻ സാമ്പത്തിക ഉപരോധം കൊണ്ടുവരാനുള്ള ഈ നീക്കം അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് വീണ്ടും തുറന്നു കാട്ടുന്നത്. റഷ്യൻ ഊർജം വാങ്ങുന്ന ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾക്ക് 100% വരെ ഇറക്കുമതി തീരുവ ചുമത്താൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന ബില്ലിനാണ് അമേരിക്കൻ സെനറ്റ് ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സെനറ്റർമാർ ഇന്ത്യയും ചൈനയും പ്രധാന കുറ്റവാളികൾ എന്നാണ് ഇതിന്റെ പേരിൽ അധിക്ഷേപിച്ചത്. റഷ്യ യുദ്ധത്തിനായുള്ള പണം കണ്ടെത്തുന്നത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയാണെന്ന അടിസ്ഥാനരഹിതമായ ആരോപണമാണ് അമേരിക്ക ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ബില്ലിന് പിന്നിലെ യഥാർത്ഥ പശ്ചാത്തലം ഉക്രൈൻ സ്നേഹമൊന്നുമല്ല, മറിച്ച് വാഷിംഗ്ടണിന്റെ കച്ചവട താല്പര്യങ്ങളാണ്. ലോകത്തിലെ വൻ ഊർജ്ജ വിപണിയായിട്ടുള്ള ഇന്ത്യ കുറഞ്ഞ വിലയ്ക്ക് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തടഞ്ഞ് ഉയർന്ന വിലയുള്ള അമേരിക്കൻ ഊർജ്ജം വാങ്ങാൻ ഇന്ത്യയെ നിർബന്ധിതരാക്കുക എന്നതാണ് ഇതിനു പിന്നിലെ ലക്ഷ്യം. അമേരിക്കൻ ഉപരോധ ഭീഷണികൾക്ക് മുന്നിൽ സ്വന്തം ജനതയുടെ ഊർജ്ജ സുരക്ഷ ബലി കഴിക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്ന യാഥാർത്ഥ്യം അമേരിക്കയെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. മാറുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെ ഈ തന്റേടമുള്ള നിലപാട് പാശ്ചാത്യ ശക്തികൾക്ക് വലിയ വെല്ലുവിളിയാണ്. പഴയതുപോലെ ഉപരോധങ്ങൾ കാട്ടി വിരട്ടിയാൽ മുട്ടുമടക്കുന്ന ഒരു രാജ്യവുമല്ല ഇന്നത്തെ ഇന്ത്യ. 140 കോടി ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കാൻ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് ന്യൂഡൽഹിയാണ്, അല്ലാതെ വിദേശ രാജ്യങ്ങളല്ല. ഇതിനോടകം തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയനുമായും ന്യൂസിലൻഡുമായും UK ഒക്കെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഒപ്പുവെച്ചിരുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ ഇത്തരം ഉമ്മാക്കികൾ കണ്ട് ഇന്നത്തെ ഇന്ത്യ പേടിക്കില്ല. ട്രംപ് ഭരണകൂടം 100%, എത്ര വലിയ താരിഫ് ഭീഷണികൾ മുഴക്കിയാലും ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. ഇന്ത്യയുടെ വിദേശ നയം തീരുമാനിക്കുന്നത് വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിലല്ല. ട്രംപിന്റെ ഈ പുതിയ എണ്ണക്കളികൾക്കും ഉപരോധ ഭീഷണികൾക്കും മുന്നിൽ അടിയറവ് പറയാൻ പുതിയ ഇന്ത്യ തയ്യാറല്ല എന്ന് അമേരിക്കൻ ഭരണകൂടം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.